ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് നമുക്ക് പൊറോട്ടയേക്കാൾ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പൊറോട്ട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയും മെനക്കെടൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഈസി പൊറോട്ട ഉണ്ടാക്കാനായിട്ട് മിക്സി ജാറിലേക്ക് 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ ചോറ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 250 ml കപ്പിനാണ് 1 കപ്പ് ചോറ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ ഈ 1 കപ്പ് ചോറ് എടുക്കുമ്പോൾ അതിലേക്കുള്ള അളവാണ് ഈ 2 കപ്പ് മൈദ എന്നുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആദ്യം ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലായിടത്തേക്കും ഈ ചോറിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ മൈദ കുഴക്കുന്ന അത്രയും പണിയൊന്നുമില്ല, എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. ആദ്യം കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നിയാലും ഇത് കറക്റ്റായിട്ടുള്ളൊരു അളവാണ്. പിന്നെ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചേർത്തിട്ടുള്ള ചോറിൻ്റെ ആ ഒരു പേസ്റ്റ് ഇതൊരു കറക്റ്റായിരിക്കും. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിന് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു 1/2 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല മയത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാനും എല്ലാം പറ്റും. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമ്മൾ പൊടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു 8 മുതൽ 10 വരെ പൊറാട്ടയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. ആദ്യം നമുക്ക് കുറച്ച് വട്ടത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് വലുതാക്കിയിട്ട് ഒന്ന് പരത്തി വെക്കാം. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടി വലുതാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിന് മുകളിൽ കുറച്ച് മൈദ തന്നെ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇതുപോലെ ഹാഫ് ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. അതിന് മുകളിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് മടക്കി കൊടുക്കുക. അതിന് മുകളിലും ഓയിലും അതുപോലെ പൊടിയും മൈദയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ തവണ മടക്കുന്ന ആ ഒരു സൈഡിലും ഓയിലും പൊടിയും ഇട്ട് കൊടുക്കണം. അത് നമുക്കിത് നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് കാണുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊറാട്ടയും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ആദ്യം നമ്മൾ എല്ലാം ഒന്ന് മടക്കി വെച്ചാൽ പിന്നെ നമുക്കിത് എളുപ്പത്തിലൊന്ന് പരത്തിയെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓരോന്ന് മടക്കി ഓരോന്ന് ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം എല്ലാം ഒന്ന് മടക്കി വെക്കുക, എന്നിട്ട് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഒന്നിവിടെ ഇതുപോലെ ഈ ഒരു സൈസിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ പൊറാട്ടയും ഞാൻ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് പരത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതുപോലെ ഒരുമിച്ച് പരത്തി വെച്ചാൽ ഒരുപാട് സമയം അങ്ങനെ വെക്കരുത്. അങ്ങനെ ഒരുപാട് സമയം വെച്ചാൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു പൊറാട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് തന്നെ ഒരുപാട് സമയം വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മളിത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമ്മളിതുപോലെ 2-3 തവണ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഗോൾഡൻ കളറിൽ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് ആ ഒരു സൈഡിലേക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡിലും കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു തവണ കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചുട്ടെടുക്കുന്ന കാര്യം വളരെ ഈസിയാണ്. പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിത് ആ ഫോൾഡ് ചെയ്യുന്ന ഒരു ഭാഗം മാത്രമേ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസിയാണ്. പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. ആ ഒരു സമയത്ത് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പൊറോട്ടയേക്കാൾ ടേസ്റ്റാണ്. ഈസി ആയിട്ട് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പൊറോട്ടയാണ്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് സാധാരണ പൊറോട്ടയുടെ പോലെ ഡ്രൈ ആവുമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല ലെയറായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
പിന്നെ നമുക്ക് സാധാരണ പൊറോട്ടയുടെ കൂടെ കഴിക്കുന്ന ഏത് കറി കൂട്ടി കഴിക്കാനും അടിപൊളിയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സവാള ഒന്നും വഴറ്റി സമയം കളയാതെ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ പൊറോട്ട റെസിപ്പി നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.